രാമക്ഷേത്ര വിഷയം ഇന്നും അവസാനിച്ചിട്ടില്ല. കോൺഗ്രസിനെ ചുറ്റിപ്പറ്റി ആ വിഷയം ഇന്നും പല ചർച്ചകൾക്കും നടുവിലാണ്. കോൺഗ്രസ് പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാത്തത് ബി.ജെ.പിക്ക് അടങ്ങാനാവാത്ത ദേഷ്യമാണ്. ഇപ്പോഴിതാ ബി.ജെ.പിക്ക് മറുപടി നൽകി ശശി തരൂർ MP എത്തിയിരിക്കുകയാണ്. രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കാത്തതിന്റെ അർത്ഥം രാമനെ വിട്ടുകൊടുത്തു എന്നല്ലെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും MP-യുമായ ശശി തരൂർ പറയുന്നത്. കുട്ടിക്കാലം മുതൽ രാമനോട് പ്രാർത്ഥിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ എൻ്റെ രാമനെ ബി.ജെ.പിക്ക് അടിയറവ് വയ്ക്കാൻ പോകുന്നില്ല. രാമന്റെയോ ആ ദിവ്യത്വത്തിന്റെ മറ്റേതെങ്കിലും അംശത്തിന്റെയോ പകർപ്പവകാശം ബി.ജെ.പിക്ക് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു എന്നതിനാൽ ഇതിന് രാഷ്ട്രീയവുമായി ഒരു ബന്ധവുമില്ല. ഞാൻ രാഷ്ട്രീയം കളിക്കാൻ പോകുന്നില്ല. ഹിന്ദു മതത്തെക്കുറിച്ചോ രാമനെക്കുറിച്ചോ കോൺഗ്രസ് ഒരിക്കലും മോശമായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും പ്രതിഷ്ഠാ ചടങ്ങ് രാഷ്ട്രീയവൽക്കരിച്ചുവെന്ന് മാത്രമാണ് പാർട്ടി ചൂണ്ടിക്കാട്ടിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിമർശകരുടെ ഹിന്ദു വിരുദ്ധ ആരോപണത്തെക്കുറിച്ചും തരൂർ പ്രതികരിക്കുകയുണ്ടായി. ഞങ്ങൾ പരിപാടിക്ക് വരാത്തതിനാൽ ഹിന്ദു വിരുദ്ധരാണെന്ന് അവർ പറയുന്നത് അസംബന്ധമാണ്. ഇന്ത്യയിലെ 80% ഹിന്ദുക്കളാണ്. കോൺഗ്രസിലെ 80% ഹിന്ദുക്കളാണ്. പ്രധാനമന്ത്രിയെ നായകനാക്കി ബി.ജെ.പി നടത്തുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിലൂടെയാണ് ഹിന്ദുമതം നിർവചിക്കപ്പെടുന്നത് എന്ന ആശയം ശക്തിപ്പെടുത്താൻ ഞങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല. അതാണ് ഹിന്ദുമതമെന്ന് ഞാൻ കരുതുന്നില്ലെന്നും തരൂർ തുറന്നടിച്ചു. ഇന്ത്യ സഖ്യത്തിലെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുടെ അഭാവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സഖ്യത്തിന്റെ ശ്രദ്ധ പ്രധാന വിഷയങ്ങളിലാണെന്നും വ്യക്തിത്വങ്ങളിലല്ലെന്നും കോൺഗ്രസ് MP പറഞ്ഞു. ഒരു പാർലമെന്ററി സംവിധാനത്തിൽ നിങ്ങൾ ഒരു പാർട്ടിയെ തെരഞ്ഞെടുക്കുന്നു. നിങ്ങൾ ഒരു കൂട്ടം നയങ്ങളാണ് തെരഞ്ഞെടുക്കുന്നത്. മോദിക്ക് വോട്ട് ചെയ്യുന്നത് വാരണാസിയിലെ ജനങ്ങൾ മാത്രമാണ്. മറ്റെല്ലായിടത്തും നിങ്ങളെ പ്രതിനിധീകരിക്കുന്ന സ്വന്തം സ്ഥാനാർത്ഥിയുണ്ടെന്നും തരൂർ ചൂണ്ടിക്കാട്ടി. മുൻപ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ സോഷ്യൽ മീഡിയയിൽ ശ്രീരാമ ചിത്രം പങ്കുവച്ചതിന് വിമർശനം നേരിട്ടതിന് പിന്നാലെ ന്യായീകരണവുമായി MP ശശി തരൂർ പറഞ്ഞത് ശ്രീരാമനെ ബി.ജെ.പിക്ക് വിട്ടുകൊടുക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും പ്രാർത്ഥിക്കുന്ന ഹിന്ദുക്കൾ എല്ലാവരും ബി.ജെ.പിക്കാർ അല്ലെന്നുമായിരുന്നു. അതേസമയം മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി, അധീർ രഞ്ജൻ ചൗധരി എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇത് RSS ബി.ജെ.പി പരിപാടിയായതിനാൽ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ രാമക്ഷേത്രത്തിലേക്ക് തന്റേതായ സമയത്ത് പോവുമെന്നായിരുന്നു ശശി തരൂർ പറഞ്ഞത്.